എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. എടാ മക്കളെ, 9ാം ക്ലാസ്സിന്റെ മലയാളം സെക്കൻഡ് എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏതാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് മലയാളം ഫസ്റ്റിന്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് മലയാളം സെക്കൻഡും. യാതൊരു മാറ്റവുമില്ല. വെയിറ്റേജിനും ക്വസ്റ്റ്യൻസിനും അതിൻ്റെ മാർക്കിനും യാതൊരു മാറ്റവുമില്ല. പക്ഷേ വരുന്ന ചോദ്യങ്ങൾക്ക് മാറ്റമുണ്ട്. അതും കൂടിയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സാറ് പറയാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായി വീഡിയോ കാണുക. ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കുക. എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഏതൊക്കെ പാഠഭാഗത്ത് നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, 7 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെ പാഠഭാഗത്ത് നിന്ന് വരാമെന്നുകൂടി ഈ ക്ലാസ്സിലൂടെ എൻ്റെ മുത്തുമണികളെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം നാളത്തെ എക്സാമിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ, മലയാളം സെക്കൻഡ് എക്സാമിലേക്ക് കടന്നു പോകുമ്പോൾ നിർദ്ദേശങ്ങളുണ്ട്. കൃത്യമായി വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് മക്കളെ നിർദ്ദേശം എന്ന് പറയുന്നത്? ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. എന്തുപോലെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അവിടെ നിങ്ങൾ ചാടിക്കയറി ഉത്തരം എഴുതാൻ പോകരുത്. മറിച്ച് എന്താണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. പക്ഷേ എ അല്ലെങ്കിൽ ബി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. അല്ലേ? നമ്മളെല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. പക്ഷേ ഓർ ക്വസ്റ്റ്യൻ ഇല്ല ചോദ്യത്തിന്. അല്ലെങ്കിൽ എന്ന് വരും. ഓർ ക്വസ്റ്റ്യൻ. ഓർ എന്ന് വന്നാൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. ഒരുപാട് വാരി വലിച്ചെഴുതി സമയം കളയരുത്. കൃത്യമായ നിർദ്ദേശമനുസരിച്ച് അരപ്പുറത്തിൽ കവിയാതെ ഒരു പുറത്തിൽ കവിയാതെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഴുതുക. ഓവറായി എഴുതി ചളമാക്കരുത്. സമയം പോയി മാഷേ എന്ന് പറഞ്ഞ് കരയാൻ നിൽക്കരുത്. സമയം, സ്കോർ എന്നിവ കൃത്യമായി വായിച്ച് എക്സാം ഹാളിലേക്ക് പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ മലയാളം സെക്കൻഡ് ക്ലാസ്സിൽ കടന്നു പോവുക. ഇനി നമുക്ക് മാർക്ക് പരിചയപ്പെടാം. മലയാളം ഫസ്റ്റിലെ മാർക്ക് പോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ആകെ മാർക്ക് 40. 1.5 മണിക്കൂറിനാണ് എക്സാം ഉണ്ടാവുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 1 മാർക്ക് വീതമായിരിക്കും. അവിടെ നമുക്ക് 4 മാർക്ക് കിട്ടും. പിന്നെയോ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 3 മാർക്ക് വീതം 3 ചോദ്യങ്ങൾ ഉണ്ടാകും. 9 മാർക്ക് കിട്ടും. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ 8, 9, 10, 11 ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 5 മാർക്ക് വീതം 20 മാർക്ക് കിട്ടും. പക്ഷേ അവിടെ 5 ചോദ്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ 5 ചോദ്യം ഉത്തരം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്നിന്, അത് ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 5ന് 4 ചോദ്യം മാത്രം എഴുതുക. 5 മാർക്ക് വീതം 20 മാർക്ക് അവിടെ കിട്ടും. അവസാനം 7 മാർക്കിൻ്റെ ചോദ്യമാർക്കും അല്ലേ? 7 മാർക്കിൻ്റെ ചോദ്യം ഒരു പുറത്തിൽ കവിയാതെ. 5 മാർക്കിൻ്റേത് അരപ്പുറത്തിൽ മാത്രം എഴുതിയാൽ മതി. ഒരു പേപ്പറിൻ്റെ പകുതി ഭാഗം എഴുതുക. അതിൽ കൂടുതലാകാൻ പാടില്ല. 7 മാർക്കിൻ്റെ ചോദ്യം ഒരു പുറത്തിൽ കവിയാതെ വേണം എഴുതാൻ. ഒരു പുറത്തിൽ കവിയരുത്. അവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ കാണും. അതിൽ നിങ്ങൾ ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അവിടെ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. അല്ലാതെ 2നും ഉത്തരം എഴുതിയാൽ മാർക്ക് കൂടുതലും കിട്ടില്ല. കൂടാതെ സമയവും നഷ്ടമാകും. ഇത് മനസ്സിലായില്ലേ? ഇപ്പം ഇതാണ് നിങ്ങളുടെ വെയിറ്റേജ്. ആകെ മാർക്ക് 40 ആണ്. പിന്നെയോ 1.5 മണിക്കൂറിനാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാകുക. 1.5 മണിക്കൂറിന് 40 മാർക്ക് എൻ്റെ മുത്തുമണികളെ നിങ്ങൾ വാങ്ങണം. ഇപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. കൂടുതലോ കുറവോ വേണ്ട. കൃത്യമായി ഉത്തരം എഴുതി കടന്നു പോവുക. അറിയുന്ന കാര്യം കൃത്യം എഴുതുക. അറിയാത്ത കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൽ എത്ര പാഠഭാഗമാണ് പഠിക്കുന്നത്? 3 പാഠഭാഗം. ശാന്തിനികേതനം, സ്മാരകം, മണൽക്കൂനകൾക്കിടയിലൂടെ. അല്ലേ? ശാന്തിനികേതനം പഠിക്കാനുണ്ട്. രവീന്ദ്ര ടാഗോറിൻ്റെ ശാന്തിനികേതനം എന്ന് പറയുന്ന സ്കൂളിലേക്ക് SK പൊറ്റക്കാട് യാത്ര പോയതിൻ്റെ യാത്ര വിവരണം പഠിക്കാനില്ലേ? പിന്നെ സ്മാരകം, വിരാൻകുട്ടി മാഷിൻ്റെ അപ്പൂപ്പന്താടിയുടെ ആ ജീവിതത്തിൻ്റെ പ്രാധാന്യം പറയുന്ന കവിത. പിന്നെ മണൽക്കൂനകൾക്കിടയിലൂടെ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ ആദ്യ ഭാഗം മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു പാഠഭാഗത്ത് നിന്നൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചാലോ? ഏതൊക്കെയായിരിക്കും 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യത? നമുക്കറിയാം ഉപന്യാസം വരും. അല്ലേ? ഉപന്യാസം വരാൻ സാധ്യതയുണ്ട്. ആസ്വാദനക്കുറിപ്പില്ലാത്ത ഒരു പരീക്ഷയില്ല. അതാണ് മലയാളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്. ഇവയിലാണ് നമുക്ക് 7 മാർക്ക് വീഴുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ടാവും. പിന്നെന്താണ് മക്കളെ? മുഖപ്രസംഗം നമുക്ക് എഴുതാനുണ്ടാവും. ഡൗട്ടാണ്. എന്നാൽ നമുക്ക് മുഖപ്രസംഗം ഒന്ന് കൊടുക്കാം. മുഖപ്രസംഗം വെച്ചെന്താണ്? എഡിറ്റോറിയൽ. ഓക്കെ, പിന്നെ എന്താണ്? കഥാപാത്ര നിരൂപണം എഴുതാനുണ്ടാകും. പിന്നെന്താണ് മക്കളെ? പ്രഭാഷണം എഴുതാനുണ്ടാകും.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാം. ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം, കഥാപാത്ര നിരൂപണം, പ്രഭാഷണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നായിരിക്കാം ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാൻ സാധിക്കുക? പെട്ടെന്ന് നമുക്ക് നോക്കാം. ഏതാണ് നമുക്ക് നമ്മുടെ ഉപന്യാസം, ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഉപന്യാസം വരാൻ സാധ്യത? നമുക്കറിയാം, അല്ലെങ്കിൽ ശാന്തി നികേതനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ശാന്തിനികേതന സ്കൂൾ ആസ്പദമാക്കി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ ചോദ്യം വരാം. എൻ്റെ മക്കളെ, ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ പഠിച്ചു പോവുക, കാണുന്നില്ലേ? അരമാർക്കൊക്കെ കുറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുമ്പം അരമാർക്ക് കുറഞ്ഞു, ടീച്ചേഴ്സും പേരൻസും ചീത്ത പറഞ്ഞു, കുട്ടി കയറി ആത്മഹത്യ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് ശാന്തിനികേതനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദ്യം വരാം. പിന്നെ വേറൊരു ചോദ്യം കൂടി വരാൻ സാധ്യതയുണ്ട്. എന്താണ് മക്കളെ? യാത്രാവിവരണം. യാത്രാവിവരണം എഴുതാൻ ചിലപ്പോൾ ചോദ്യം വരാം. കാരണം എന്താണ്? നമ്മൾ പഠിച്ച ശാന്തിനികേതനം ഒരു യാത്രാവിവരണമല്ലേ? എസ്.കെ. പൊറ്റക്കാട് ശാന്തിനികേതനക്ക് ഉണ്ടാക്കിയ അതിലേക്ക് നടന്നു പോയ യാത്രാവിവരണമല്ലേ? അപ്പോൾ യാത്രാവിവരണം ചോദ്യം പ്രതീക്ഷിച്ചാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അറിയാലോ, നമ്മളിപ്പോൾ നിങ്ങൾ പോയ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചുള്ള ചോദ്യമായിരിക്കാം വരിക. ഇപ്പോൾ യാത്രാവിവരണമൊക്കെ എഴുതി പഠിച്ച് പോവുക, ചോദ്യം വന്നാൽ എഴുതണം. ഇനി ആസ്വാദനക്കുറിപ്പ്, അത് നമ്മളെ കയ്യിലെ കാര്യമല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു ആസ്വാദനക്കുറിപ്പ് എന്നതിൻ്റെ കാര്യങ്ങൾ. ആമുഖം, തലക്കെട്ട് വേണം, ആമുഖം വേണം, പിന്നെ പാരഗ്രാഫ് ആക്കണം, ശരീരഘടനയുണ്ട്, അർത്ഥം, സന്ദേശം, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ, വിഷയം, പിന്നെ ഉപസംഹാരം. ഇതാണ് ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടന എന്ന് പറയുന്നത്. പക്ഷേ ഏതൊരു പാഠത്തിൽ നിന്നാണ് ആസ്വാദനക്കുറിപ്പ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പുറത്തുനിന്ന് ഏതെങ്കിലും കവിതയോ ഏതെങ്കിലും കഥയുടെ പകുതി വരിയോ തന്നിട്ടായിരിക്കും ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക. എപ്പോൾ ആസ്വാദനക്കുറിപ്പ് പുറമേയുള്ള ചോദ്യമാണ്, അതിനു വേണ്ടി തയ്യാറായി പോവുക. മുഖപ്രസംഗം, എഡിറ്റോറിയൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എഡിറ്റോറിയൽ ചോദിക്കുക മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്ത് നിന്നായിരിക്കാം, നജീബിൻ്റെ അല്ലേ. എഡിറ്റോറിയൽ വെച്ച് എന്താ അറിയോ? എഡിറ്റോറിയൽ മുഖപ്രസംഗം പത്രത്തിൽ കാണുന്നില്ലടാ, 3-ാമത്തെ 4-ാമത്തെ പേജിൽ. അതേപോലെ മുഖപ്രസംഗം ചിലപ്പോൾ ചോദിക്കാം. എന്തായിരിക്കും മുഖപ്രസംഗം ചോദ്യം വരാം? പ്രവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക, അല്ലെങ്കിൽ നജീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു മുഖപ്രസംഗം തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. നജീബ് എന്താണ് ഗൾഫിലെത്തുകയും 3 വർഷത്തോളം കാലം അറബിയുടെ കീഴിൽ അടിമയായി കഴിയുകയും ചെയ്തു. അവസാനം രക്ഷപ്പെട്ടു വന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു മുഖപ്രസംഗം ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. കൂടാതെ കഥാപാത്ര നിരൂപണം, രണ്ടും കൽപ്പിച്ച് പറയാം. ആരാണ്? നജീബ് അല്ലേ? നജീബ് കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആട് ജീവിതത്തിലെ പ്രധാന കഥാപാത്രമായ നജീബിൻ്റെ കഥാപാത്ര നിരൂപണം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ പ്രഭാഷണം എന്തായിരിക്കും? പ്രവാസികളെ കുറിച്ചായിരിക്കും അല്ലേ? പ്രവാസി ജീവിതമുള്ള മക്കളെ, പ്രവാസികളില്ലേ? പ്രവാസി ചെന്നാൽ വിദേശത്തേക്ക് ജോലിക്ക് പോയ നജീബിനെ പോലുള്ള ആൾക്കാർ. അപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കാം? അതിനെക്കുറിച്ച് ഉപന്യാസമോ പ്രഭാഷണമോ ചോദ്യം വരും 9-ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ ചോദ്യം നിന്ന്. പിന്നെ വിവരണം, ഇതൊക്കെയായിരിക്കും പ്രധാനമായും നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യമായി കാണാൻ സാധിക്കുക. പിന്നെ സ്മാരകം എന്ന് പറയുന്ന കവിതയിലെ വീരാൻകുട്ടി മാഷിൻ്റെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. മിക്കവാറും അതിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യം ഏതെങ്കിലും വരി തരും, എന്നിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാനാണ് സാധ്യത സ്മാരകത്തിൽ നിന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്തായിരിക്കാം? ഉപന്യാസമായിരിക്കാം. ഉപന്യാസം സ്മാരകത്തിൽ നിന്ന് വരാം. സ്മാരകം എന്ന കവിതയിൽ നിന്ന് ഉപന്യാസം ചോദിക്കാം. കാരണം അപ്പൂപ്പൻ താടി പോലെയാണ് നമ്മുടെ ജീവിതം അല്ലേ? എന്തുകൊണ്ടാണ് കവി അർത്ഥമാക്കുന്നത് അല്ലേ? ജീവിത വിജയം നേടാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഉൾപ്പെടുത്തി ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അപ്പൂപ്പൻ താടിയുടെ ജീവിതം പരാമർശിക്കുന്ന സ്മാരകം എന്ന കവിതയെ മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതിക്കൂടി അപ്പൂപ്പൻ താടി പോലെ പാറിപ്പറന്ന് ചെളിയിലും കുഴിയിലും വീഴാതെ വലിയൊരു മരമായി മാറാൻ നമ്മൾ ശ്രമിക്കണം. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ വിത്ത് പോലെ നമ്മുടെ നമ്മുടെ വിത്താകുന്ന ബുദ്ധി, അറിവ്, ചിന്ത എന്നിവ വെച്ചുകൊണ്ട് നാം പറന്നുപോയി വലിയൊരു മരമായി സ്മാരകമായി തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപന്യാസം എഴുതാൻ ചോദ്യം വന്നാൽ, സ്മാരകത്തിൽ നിന്നും ഒരു ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. അപ്പം ഇത്രയും കാര്യം: ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം, കഥാപാത്ര നിരൂപണം, പ്രഭാഷണം, യാത്രാവിവരണം. ഇതിൽ നിന്നും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? 7 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നീട് മക്കളെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക പിന്നെന്താണ്? നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടല്ലേ? 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതെന്തൊക്കെയായിരിക്കാം? നമ്മൾ മലയാളം ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു, അത് തന്നെയായിരിക്കും ഇതിലും വരിക. എന്ത്? വിശദമാക്കുക അല്ലേ? വിശദമാക്കുക. പിന്നെയോ നിരീക്ഷണക്കുറിപ്പ് ചോദ്യം വരാം. പിന്നെന്താണ് മക്കളെ വരിക? കുറിപ്പ് എഴുതുക എന്ന ചോദ്യം വരാം. പിന്നെയോ താരതമ്യക്കുറിപ്പ്
താരതമ്യക്കുറിപ്പ്, ഇതൊക്കെയായിരിക്കും നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ വരികൾ തരും അല്ലേ, വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദ്യം വരും. ആശയം എഴുതാൻ മിക്കവാറും അത് ഏത് ഭാഗത്തു നിന്നൊക്കെ മക്കളെ വരിക, നമുക്ക് സ്മാരകം എന്ന് പറയുന്ന വീരാൻകുട്ടി മാഷിൻ്റെ കവിതയിൽ നിന്നും ഏതെങ്കിലും വരികൾ തരും, എന്നിട്ട് എഴുതാൻ വരും. നമുക്കിതില്ലേ ഒരു അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ഒരു ധീരമായി ശ്രമമായി കാണണമെന്നൊരു വരിയില്ലേ സ്മാരകത്തിൽ, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോടാം, ചിലപ്പോൾ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ. പിന്നെ എന്തൊക്കെ വരികളുണ്ട് അതിൽ പറയുന്നത്, നാളെ ഒരാൾ വന്നിളവേൽക്കുമെന്ന് അതിനറിയാതെ പോയല്ലോ, ആ വരിയുമില്ലേ, അതൊക്കെ നോക്കിയിട്ട് പോവുക. ഓക്കെ, ചിറകില്ല, ദേശാന്തരങ്ങളില്ല, സ്വന്തമായി എന്തില്ല, ആകാശം പോലും ഇല്ല, എന്നിട്ടും അത് പറക്കുന്നില്ലേ, ആ വരികളൊക്കെ നോക്കി അതിൻ്റെ ആശയം എന്താണ്, ഒരു അപ്പൂപ്പൻ താടിയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും വലുതായി കാണണമെന്ന് കവി ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്മാരകം എന്ന് പറയുന്ന കവിതയിൽ നിന്നും നമുക്ക് ചോദ്യം, വരികളുടെ ആശയം എന്ന് വ്യക്തമാക്കാൻ ചോദ്യം വരും. പിന്നെ വിശദമാക്കുക, നിരീക്ഷണക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, ഇതൊക്കെ നമ്മുടെ മണൽക്കുഞ്ഞുകൾക്കിടയിലൂടെ ശാന്തിനികേതനം, സ്മാരകം എന്നീ പാഠഭാഗം ചോദ്യം വരാം. ഓക്കെ, ചിലപ്പോൾ താരതമ്യക്കുറിപ്പിൽ വരും ശാന്തിനികേതനം സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിലെ വ്യത്യാസം എന്താണ്, താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക, അതൊക്കെ എഴുതാൻ പറ്റും അല്ലേ. ശാന്തിനികേതനത്തിൽ കല, വിദ്യാഭ്യാസം എന്നിവയ്ക്കാണ് പ്രാധാന്യം, ചിത്രകല, നൃത്തകല, സംഗീതം. ഇന്നത്തെ സ്കൂളിൽ മാർക്കിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നു, ചില സ്കൂളൊക്കെയാണ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് താരതമ്യക്കുറിപ്പ് എഴുതാൻ ചോദ്യം വരും. പിന്നെ നിരീക്ഷണക്കുറിപ്പ് വിശദമാക്കുക അല്ലെ, വിശദമാക്കാനൊക്കെ ചോദ്യം വന്നാൽ നജീബ് മണിയനീച്ചയെ പോലെ ഭയം നജീബിൻ്റെ മനസ്സിൽ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞില്ലേ, ഈ ആശയം വിശദമാക്കാൻ ചോദ്യം വരും. അപ്പോൾ മണൽക്കുനകൾക്കിടയിലൂടെ എന്ന കഥയിൽ നജീബ് മരുഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ അറബിയുടെ കീഴിൽ താൻ പെട്ടുപോയോ, അപകടത്തിലായോ എന്ന നജീബിൻ്റെ ഭയമാണ് ഈ ചോദ്യത്തിൽ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശദമാക്കുക എന്ന ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കും. അത്തരത്തിൽ 5 മാർക്കിൻ്റെ ചോദ്യം ഇതൊക്കെയാണ് മക്കളെ. പിന്നെ 1 മാർക്കിൻ്റെ ചോദ്യം അത് വൺ വേർഡൊക്കെ ആയിരിക്കും, വിഗ്രഹിച്ചെഴുതുക, പിരിച്ചെഴുതുക. പിന്നെ 2 വാക്യമാക്കുക, 1 വാക്യമാക്കുക, അങ്ങനത്തെ ചോദ്യങ്ങൾ 1 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നെ 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഴുതിയാൽ മതി. 3 or 4 വാക്യത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ 5 or 6 വാക്യം എഴുതി വെക്കേണ്ട സമയമുണ്ടാകില്ല. അപ്പോൾ എൻ്റെ മക്കളെ മുത്തുമണികൾ, നിങ്ങൾ മലയാളം സെക്കൻഡിൻ്റെ എക്സാമിന് 9ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 7 മാർക്കിൻ്റെ ചോദ്യത്തിന് 1 പുറത്തിൽ കാവ്യത ഉത്തരം എഴുതുക, 5 മാർക്കിൻ്റെ ചോദ്യത്തിന് അരപ്പുറത്തിൽ കാവ്യത ഉത്തരം എഴുതുക. 4 or 3 വാക്യത്തിന് ചോദിച്ചാൽ അത്രമാത്രം എഴുതുക, കൂടുതൽ എഴുതേണ്ട. 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം എഴുതുക. ഇപ്പോൾ ഓർ ക്വസ്റ്റ്യൻ എന്ന് കണ്ടാൽ അത് വിട്ടിട്ട് വേണം ഉത്തരം എഴുതാൻ, അതും കൂടി എഴുതിയാൽ മാർക്ക് കൂടുതൽ കിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ മുത്തുമണികളും പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പേന, പിന്നെ എന്താണ്, വാട്ടർ ബോട്ടിൽ, ട്രാൻസ്പെറൻ്റ് ആയ വാട്ടർ ബോട്ടിൽ, പിന്നെ ഹാൾ ടിക്കറ്റ്, ഇതൊന്നും മറക്കാതെ കൊണ്ടുപോകണമേ. മലയാളം പരീക്ഷയാണ്, പേനയുടെ മഷിയൊക്കെ കഴിഞ്ഞാൽ സീനാകൂട്ടോ. അപ്പോൾ പേനയൊക്കെ കൃത്യമായി ഭദ്രമായി കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.